ചേട്ടാ പതുക്കെ ഇറങ്ങിക്കോളൂ, സൂക്ഷിച്ച്. സാറെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇതെവിടെയാ വന്നത്? വീട്ടിൽ, ജീവൻ സാറിന്റെ വീട്ടിൽ. ഓഹോ, ഇതിനെ വീടെന്നാണല്ലേ പറയുന്നത്? മോനെ, മോനെ ജീവ, അകത്ത് വാ. തള്ള വിളിക്കുന്നു. സാറിനെ തന്നെ വിളിച്ചത്. അത് മനസ്സിലായി, ഞാനാണല്ലോ ജീവൻ. ശിവൻകുട്ടി, വണ്ടിയിലിരിക്കുന്ന ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കേ. എന്റെ പേര് പിടി കിട്ടി. എന്റെ കൈ വയ്യെന്ന് അറിയില്ലേ ഈ വൃത്തികെട്ടവന്മാർക്ക്? എങ്ങനെ ഞാൻ ബാഗ് എടുക്കുന്നത്? ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? അല്ല, ഞാൻ ശിവൻകുട്ടി ആ ബാഗ് എടുത്ത് അകത്ത് വെക്ക്. ചേട്ടൻ വാ. ലോകത്തുള്ള എല്ലാ ദരിദ്രവാസികളുടെ പേര് ശിവൻകുട്ടി എന്നാ. സാറ് പോയ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലായിരുന്നു. ഒന്ന് ഇക്ലിയിട്ട് ഉണർത്താത്തത്. ഈ വീടിനകത്ത് നിങ്ങൾ നടന്നാണോ അതോ ഓട്ടോറിക്ഷ വിളിച്ചാണോ പോകുന്നത്? മോനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ബ്രാൻഡ് മതിയായിരുന്നു. അതിപ്പോ എങ്ങനെ പറയും? നല്ല സുഖം. Vijay, all things are improper in company. You have to go to Income Tax office and make everything ready. Yes, I will take care, uncle. ഡോ, താൻ അവിടെ എവിടെയും കറങ്ങിയെടുക്കാതെ ചേട്ടന്റെ കൂടെ തന്നെ വേണം. മെഡിസിൻ എല്ലാം കൃത്യസമയത്ത് തന്നെ എടുത്തു കൊടുക്കണം. മനസ്സിലായോ? ശരി സാർ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ചേട്ടാ, ഐ എം ബിസി ടുഡേ. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഓവർ വിത്തിൻ 2 days. ടേക്ക് കെയർ ബഡ്ഡി. ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ. ഇതെന്താ ഇംഗ്ലീഷ് മീഡിയം സ്കൂളോ? ഇവിടെ അധികം നാള് നിൽക്കുന്നതാവത്താ. എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ. വേണ്ടായിരുന്നു. മോനെ, നല്ല തണുപ്പ് എനിക്ക് വേണ്ട. സാരമില്ല. ജീവ, take rest. No need to come to the office. തുടങ്ങി. Take care. അടുത്ത് ഇംഗ്ലീഷ് കേൾക്കുന്നതിന് മുമ്പ് ഫുള്ള് വലിച്ചു കുടിക്കും. Okay. Good. എന്നാ പോയി റെസ്റ്റ് എടുത്തോ. നകുല, കാര്യം അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഞാൻ മുമ്പേ ഇറക്കാം. ഇതെന്താ താമരശ്ശേരി ചുരോ? നകുലൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. അത് സാറിന് അറിയാവുന്നതല്ലേ? ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. സാർ ശരീരം ഇളക്കണ്ട, വാ. നമ്മുടെ റൂമിലെത്താൻ ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? പറ. സാറ് നാട് വിട്ടേ പിന്നെ ഈ മുറി ഞാൻ ആദ്യമായിട്ട് കാലുകുത്ത. ഞാനും. ഇത് മുഴുവൻ അലങ്കോലായി കിടക്കാണല്ലോ. സാർ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ ശരിയാക്കി. ഇതൊക്കെ ആരാണ് ഇത് ഇവിടെ കൊണ്ടിട്ടത്? പൊടിയാണിത് മുഴുവൻ. ഇതെന്തൊരു മുറി! അത് ശരി, ചുമ്മാതല്ല എന്നെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. എന്റെ ചിറ്റപ്പ, എനിക്കിപ്പോഴാ ശരിക്കും ലോട്ടറി അടിച്ചത്. അതെ ജീവൻ സാറേ, സാർ ഇവിടുന്ന് പോകുമ്പോ സാറിന്റെ നാൻസി ഗർഭിണിയായിരുന്നല്ലോ. അവളിപ്പോ പ്രസവിച്ചു. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. എടാ വൃത്തികെട്ടവനെ, ഏതോ ഒരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നീ ഇവിടുന്ന് മുങ്ങിയതാണല്ലേ? ഇനി ആ കൊച്ചിനെയും തള്ളേ ഞാൻ ചുമക്കണോ അല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ. നകുല, അതെ, നീ പറഞ്ഞത് ശരിയാ. എനിക്കങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ ആരും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിക്കൂടെ ആ കേസ്? ഒതുക്കാനാ? സാറല്ലേ പറഞ്ഞത് നമ്മുടെ നാൻസി പട്ടി പ്രസവിക്കുമ്പോ ആരോടും പറയരുത്, നല്ല ഇനമാണ്, കുഞ്ഞുങ്ങളെ മുഴുവൻ നമുക്ക് തന്നെ വളർത്തണമെന്ന്? അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. ഈശ്വര, പിന്നെ ഇംഗ്ലീഷ്. ഇതേത് അവതാരം? രഞ്ജിനി, മഹേന്ദ്രൻ സാറിന്റെ മോള്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഓഹോ, അത് ശരി. ഹലോ റൺസനെ, എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ബാ ബാ, എത്ര നാളായി കണ്ടിട്ട്. ജീവൻ, ഡോണ്ട് ഡിസ്റ്റർബ്. ഓവറായ എന്തോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളും. രഞ്ജിനി, എന്തു പറ്റി? ബാ. എന്തായാലും നല്ല ആളാ ജീവൻ. ആരോടും പറയാതെ ഇത്രയും ദിവസം എങ്ങോട്ടാ പോയത്? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജീവൻ എന്നോട് പറയാമായിരുന്നില്ലേ? എടാ ജീവ, അപ്പൊ നീ ഇവളെയും പറ്റിച്ചോ? ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയെ. നമ്മൾ തമ്മിലുള്ള വിവാഹം മായന്റെയും അച്ഛനും കൂടി തീരുമാനിച്ചത് ജീവൻ ഇഷ്ടമായില്ലല്ലേ? ചുമ്മാ അതല്ല അവൻ സ്ഥലം വിട്ടത്. അതൊക്കെ പിന്നെ അസൂയക്കാർ വെറുതെ പറഞ്ഞു നടക്കുന്നതല്ലേ? ജീവൻ എന്നോട് ഇഷ്ടമാണല്ലേ? കുഴപ്പമായ. For so many years I just wanted to convey my love towards you. If you really love me, please തുടങ്ങി. accept this gift. Just tell yes or no. Do you love me or not? എന്തൊക്കെയോ പറയുന്നു, രക്ഷപ്പെടുന്നതാണ് ബുദ്ധി.
No? What? മോതിരം. യെസ്. Oh, thank God. പെട്ടെന്നിട്. So cute. മോതിരം മാത്രമേ ഉള്ള അരഞ്ഞാണോ മാലങ്ങാനോ ഉണ്ടെങ്കിൽ ഊരിയിട്ട് ദാസപ്പന്റെ കടം തീർക്കാലോ. What? അല്ല, രഞ്ജിനിയുടെ സ്നേഹം ഇത്രയ്ക്ക് ചെറുതാണോന്ന്. ഇതിനേക്കാൾ വലിപ്പവും തൂക്കമുള്ള മോതിരം ഞാൻ പ്രതീക്ഷിച്ചത്. Very funny. എനിക്ക് ഇപ്പോഴാ ആശ്വാസമായി. എനിക്കും. ഞാൻ പോട്ടെ. ഓ. See you. ബൈ. ദാസപ്പേണ, ഇത് നിങ്ങൾക്കുള്ളതാ. അയ്യോ, മൂട്ടാടിയുള്ള കട്ടിലിൽ കിടന്നിട്ട് ഇവിടെ വന്ന് കിടന്നപ്പോ എന്തൊരു സുഖം, എന്തൊരു കുലുക്കം. ആ എടാ ജീവാ. എനിക്കിനി എന്റെ വള്ളിത്തോട് ഗ്രാമത്തിലെത്തണമെങ്കിലേ ഒരുപാട് പണം വേണം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്റെ ചക്കര ഇപ്പോഴും ഇങ്ങോട്ട് വരല്ലേ. ഞാൻ ജീവനായിട്ട് അഭിനയിച്ച് കുറച്ച് കടങ്ങളൊക്കെ വീട്ടട്ടെ. ഓക്കേ? എന്നാലേ എന്റെ മീനാക്ഷി എനിക്ക് കിട്ടും. ശരിക്കും ജീവ, നീ എവിടെയാടാ? കുപ്പിയുടെ കുപ്പിയുടെ നടക്കട്ടെ. പൈന്റോ ഇതല്ല എണ്ണക്കുപ്പി. മാറിപ്പെടുത്തതാ. വൃത്തികെട്ട സാധനമായിട്ടാണ് ഒഴിഞ്ഞോട്ടിരുന്നത്. ഒഴി 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 പെട്ടെന്ന് ഒഴി. മതി മതി. ഇങ്ങനെ 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 അങ്ങനെ വെള്ളത്തിൽ വീണ് പരിപ്പിളകി ഒരുപാട് പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ ആദ്യമാണ്. ഇയാൾ ആദ്യമായിട്ടാ വെള്ളത്തിൽ വീഴുന്നത്. അതുകൊണ്ടായിരിക്കും. ഇതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അയ്യോ, പതുക്കെ മതി. ഇനിയോട്ട് റെഡിയായില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മാവ, അച്ഛൻ വിളിക്കുന്നു. നിങ്ങൾ ഇതല്ല ഉദ്ദേശിച്ചത്. അയ്യോ, പാപത്തിനോട് ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാര്. നീ ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചേ. പെട്ടെന്നൊഴി. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ കളച്ചു മറിക്കേ. ബോധം കെടുമ്പോ പറഞ്ഞാ മതി. ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാനോ പഠിച്ചില്ല. ഇത് റിപ്പീറ്റ് ചെയ്തോളൂ. ദേവി, സഹിക്കാൻ പറ്റുന്നില്ല ശിവൻകുട്ടിയുടെ ഈ അവസ്ഥ കണ്ടിട്ട്. എന്ത് ചെയ്യാനാ, ഓരോരോ വിധി. അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ച എല്ലാം ശരിയാവുമെന്നാ മൂസ് പറഞ്ഞത്. എന്റെയും അഭിപ്രായം അത് തന്നെ. അവനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരു പെണ്ണാവുമ്പോ അതല്ലേ നല്ലത്. അതെ, അതാ ശരി. പക്ഷേ അവനെ കുറിച്ച് അറിയാവുന്ന ഒരു പെണ്ണ്, തെക്കേക്കര ജാനു, അവളുടെ ഒരു അനിയത്തിയുണ്ട് കനകറാണി. ഭർത്താവില്ലാതെ ഒന്ന് പെറ്റതാണേലും ശിവൻകുട്ടിയെ കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാം. അത് നമുക്കൊന്ന് ആലോചിച്ചാലോ? ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്രേ ഉള്ളൂ. കേശവ, ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മീനാക്ഷിയെ. വാ, അതായിരുന്നു നിങ്ങളുടെ മനസ്സിരിപ്പ്. നിങ്ങളുടെ മകന്റെ ഭ്രാന്ത് മാറ്റാൻ വേണ്ടി എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കണം. നടക്കില്ല. ഒരന്തോ ഇല്ല, കുന്തോ ഇല്ല, 10 പൈസ തൊട്ട് എടുക്കാനുമില്ല. അവൻ എന്റെ മോള് കെട്ടിച്ചു കൊടുക്കണമെന്ന്. അല്ല, ഇപ്പൊ നമ്മളങ്ങനെ ആലോചിക്കാൻ കാരണം മീനാക്ഷിക്കും കൂടെ താല്പര്യമുള്ളതുകൊണ്ടാ. പക്ഷെ മീനാക്ഷിയുടെ അച്ഛന് വലിയ താല്പര്യം ഇല്ല. എന്റെ മകൾക്ക് ആരോട് താല്പര്യം തോന്നണം, താല്പര്യം തോന്നണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. ഒരു കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്നു. നീ എന്നടി നോക്കിയേക്കണേ? ഇറങ്ങി പാടി. വായി നോക്കി നിൽക്കണം. അയ്യോ, ഒരു കല്യാണാലോചനക്കാര്. എന്നാ ഇതോടെ കേട്ടോ, എന്റെ മോളെ ഒരു കോടീശ്വരനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ. ആ കല്യാണ മാമാങ്കം കണ്ട് ഈ നാട്ടുകാര് മുഴുവനും ഞെട്ടാൻ നിങ്ങളും തയ്യാറായിരിക്കും.